എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ നമ്മുടെ ഫാമിൻ്റേതായ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങൾ വരും. അപ്പോൾ അതിൻ്റേതായ പ്രാരംഭഘട്ടങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സർക്കിൾ റെഡിയാക്കിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മൾ ചിന്തേരുപൊടി നല്ല കനത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പുറത്ത് നമ്മൾ നമ്മുടെ ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ നമ്മൾ ചുറ്റിനും മറയ്ക്കാനുള്ള ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അറിയാലോ, നമ്മുടെ കാലാവസ്ഥ മാറിയിട്ടുണ്ട്, മഞ്ഞുള്ള സമയമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളൊരു 2 ആഴ്ച വരെയെങ്കിലും നമ്മൾ ഇതുപോലെ അകത്ത് ചൂട് നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചുറ്റിനും മറച്ചു കൊടുക്കും. അപ്പോൾ ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക് പറയാനായിട്ട്. അതിലൊന്നാണ് നമ്മുടെ ഇവിടെ ഒരു വൈഫൈ ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മുടെ ഷെഡിനകത്ത് തന്നെ. CP+ ആണ്, മോഷണുള്ളതാണ്. നമ്മൾ മാറുന്നതനുസരിച്ച് അത് മാറുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനായിട്ട്. നമ്മൾക്ക് വഴിയെ നമ്മളത് പറയാം. ഓൾറെഡി നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പുതിയ ഡ്രിങ്കർ വാങ്ങിച്ചിട്ടുണ്ട്. അത് കൊറിയർ ചെയ്തതാണ്. നമ്മൾ പെരുമ്പാവൂർ ഒരു കമ്പനിയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഗൂഗിൾ പേ വഴി പൈസ അയച്ചു കൊടുത്തു. അവർ നമുക്ക് അവരുടെ വണ്ടിയെ തന്നെ നമുക്ക് സ്പോട്ടിൽ ഇറക്കി തന്നു. അപ്പോൾ ഇനി ന്യൂസ് പേപ്പർ വിരിക്കുകയാണ്. വെളുപ്പിനെയാകും കുഞ്ഞുങ്ങൾ വരുമ്പോൾ. നമ്മൾ എടുത്തിരിക്കുന്ന പുതിയ പാത്രം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. 6 ലിറ്ററിൻ്റെ പാത്രമാണ്. അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ചുറ്റിനും കോഴിക്കുഞ്ഞുങ്ങൾക്ക് നിന്ന് വെള്ളം കുടിക്കാൻ നല്ല സൗകര്യമുള്ളൊരു പാത്രമാണ്. പക്ഷെ ഞാൻ ഫോട്ടോ കണ്ടുകൊണ്ടാണ് ബുക്ക് ചെയ്തത്. പ്രതീക്ഷിച്ചതിനെക്കാട്ടി അല്പം വലിപ്പമാണ്. പക്ഷേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ ചോറ് കഴിക്കുന്ന പാത്രത്തിൻ്റെ അത്രയും വലിപ്പം അതിൻ്റെ ചൂട് ഭാഗത്തിന് വരുന്നുണ്ട്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ഈ പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം വെള്ളത്തിനായിട്ട്. പിന്നെ ഒരു 20 സ്റ്റാൻഡ് കൂടി ഓർഡർ ചെയ്തിരുന്നു, അതും വന്ന്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഈ പ്ലാസ്റ്റിക്കിനാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ സാധാരണ നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുടം പോലത്തെ വെള്ളപ്പാത്രമാണ്. അത് കുറച്ചുകൂടി ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പാണ്. ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് അല്ല. അത് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 2 വർഷത്തിന് മുകളിലായിട്ടുള്ളതാണ്. അതിപ്പോൾ ഏകദേശം തട്ടിയാലോ മുട്ടിയാലോ പൊട്ടുന്ന രീതിയിലുള്ള പരുവത്തിലായിട്ടുണ്ട്. അങ്ങനെ 2 എണ്ണം നിലവിൽ പൊട്ടിപ്പോയി. അതാണ് ഞാൻ പുതിയ പാത്രം ബുക്ക് ചെയ്തത്. എങ്കിലും അത്യാവശ്യം നല്ല പാത്രമാണ്. 6 ലിറ്ററാണ്. നമ്മളത് മറ്റേത് 3 ലിറ്റർ പറ്റുന്ന പാത്രമായിരുന്നു. നമ്മൾ തീറ്റ അല്പം മുമ്പാണ് വന്നത്. റീസ്റ്റാർട്ടർ 5 ചാക്കാണ് വന്നിരിക്കുന്നത്. സർക്കിൾ അല്പം നല്ല വലിപ്പത്തിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബൾബ് ഇടുന്നതിന് അലൂമിനിയത്തിൻ്റെ ഷെയ്ഡ് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ ഒരെണ്ണത്തിൽ മുകളിൽ നമ്മുടെ സാധാരണ ഈ സൈഡിൽ വെച്ചിരിക്കുന്ന ഷീറ്റ് കൊണ്ട് തന്നെ ഒരു ചതുരത്തിലടിച്ചിരിക്കുന്ന, എന്നിട്ട് അതിൻ്റെ അടിയിലായിരുന്നു ബൾബ് ഇട്ടിരുന്നത്. നമ്മുടെ മറ്റൊരു സർക്കിളിന് ഷെയ്ഡായിട്ടൊന്നും ഇല്ലായിരുന്നു. ചുമ്മാ ബൾബ് നമ്മൾ ഒരു പ്ലസ് കണക്ക് പട്ടി അടിച്ചിട്ട് അതിൽ ബൾബ് തൂക്കിയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു 2 ഷെയ്ഡ് മേടിച്ചു. അല്പം വലിപ്പം കുറവാണ്, എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഇടാവുന്ന രീതിയിലുള്ള ഷെയ്ഡാണ്. അതെല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡ്, അലൂമിനിയത്തിൻ്റെയാണ്. ഇതാകുമ്പോൾ അതിന് പറ്റിയ നമ്മുടെ സെറാമിക്കിൻ്റെ ഹോൾഡർ കൂടി വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഹോൾഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ 200 വാട്ടിൻ്റെ ബൾബാണ് ഇടുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഹീറ്റാകും.
ആ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ ഉരുകിപ്പോവുകയും ചെയ്യും. ഇതിനാകുമ്പോൾ ആ പ്രശ്നമില്ല. ഈ ഹോൾഡറാണ് നമ്മൾ ഇതിന് ഇടാൻ പോകുന്നത്. ഇതാകുമ്പോൾ അത്യാവശ്യം നല്ല ഹീറ്റ് സർക്കിളിൽ കിട്ടും. ഈ അലുമിനിയം കൂടി ചൂടാകുമ്പം മൊത്തത്തിലൊരു നമ്മുടെ എന്താ പറയുക, ചുറ്റിനുമുള്ള എയർ നല്ല രീതിയിൽ ചൂടായി തന്നെ നിൽക്കും. അപ്പോൾ നിലവിൽ അതിൻ്റെ 2 ഹോൾഡറാണ് മാറുന്നത്. 400 വാട്ടാണ് ഒരു ഇതിൽ വരുന്നത്, ഒരു സർക്കിളിൽ. നമ്മളിപ്പം 500 വെച്ചാണ് കുഞ്ഞുങ്ങൾ ഇടുന്നത്. 500 ഒരു കോഴിക്കുഞ്ഞിന് 1 വാട്ട് എന്ന നിലയിലാണ് വേണ്ടത്. എങ്കിലും നമുക്ക് 400 വാട്ട് മതിയാകും ഒരു ഇതിൽ 500 കുഞ്ഞുങ്ങൾക്ക്. അത് പോരാ എങ്കിൽ നമ്മൾ മറ്റു ഇതിൽ കൂടി ഒരു 100 വാട്ടിൻ്റെ ബൾബ് കൂടി മറ്റൊരു ഹോൾഡറിൽ കൂടി ഇട്ട് കൊടുക്കും. ഏകദേശം ഒരു സർക്കിളിൽ നമ്മൾ 4 ഹോൾഡർ എന്തായാലും കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോരാതെ വരുവാണെങ്കിൽ ചൂടിന് വേണ്ടിയിട്ട് നമുക്ക് ബാക്കി ബൾബ് ഇട്ട് കൊടുക്കാനുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ബ്രൂഡിങ്ങിനുള്ള എല്ലാം സെറ്റ് ചെയ്തു, പേപ്പറെല്ലാം വിരിച്ചു. നമ്മുടെ അലൂമിനിയത്തിൻ്റെ ആ ഷെയ്ഡ് 2 ഇട്ടിട്ടുണ്ട്. രണ്ടിലും 200 വാട്ടിൻ്റെ ബൾബ് വീതമാണ് വീഴുന്നത്. അപ്പോൾ മൊത്തം 400 വാട്ട് വീഴും. ചൂട് പോരാ എങ്കിൽ നമ്മൾ ബാക്കി കാണുന്ന 2 ഹോൾഡറിൽ കൂടി 60-ൻ്റെ 2 100-ൻ്റെ 2 ഇട്ട് കൊടുക്കും. വെളുപ്പിനോട് കൂടിയേ നമുക്ക് കോഴി വരത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബാക്കി ഡ്രിങ്കർ നമുക്കെടുത്ത് വെള്ളമെല്ലാം നിറച്ച് വെക്കണം. വെള്ളമെല്ലാം തിളപ്പിച്ചിട്ടിരിക്കുകയാണ്. അതുകൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കുഞ്ഞ് വരുന്ന സമയം നോക്കി നമുക്ക് ലൈറ്റ് വിടാം. അപ്പോൾ ഫസ്റ്റ് ഡേ ആണ് നമ്മൾ ഇത് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് 2 ആഴ്ചയ്ക്ക് മുകളിൽ 3 ആഴ്ചയോളം അടുത്ത് നമ്മൾ നമ്മുടെ കൂട് ക്ലീൻ ചെയ്തിട്ടിട്ട് കുമ്മായമെല്ലാം ഇട്ട് കഴുകിയിട്ടിരിക്കുകയാണ്, അണുക്കളെല്ലാം ചാവുന്ന രീതിയിൽ. ഇത്തവണ ഒരു ട്രോളിയും ഒരു മറ്റേ പ്രഷർ വാഷറും മേടിക്കണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ അടുത്ത തവണത്തേക്ക് ആകട്ടെ എന്ന് വിചാരിച്ചു. ട്രോളിയും ഈ പറഞ്ഞ പ്രഷർ വാഷറും നമുക്ക് അത്യാവശ്യമാണ് നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ കോഴി പോയതിന് ശേഷം കൂട് ക്ലീൻ ചെയ്യുന്നതിന് ഇത് രണ്ടും അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ പാത്രം കഴുകാനും എളുപ്പമാണ്. പിന്നെ കൂടുതലും നമ്മുടെ ഈ സൈഡിൽ നെറ്റിലെല്ലാം നമ്മുടെ ഈ ചിലന്തി വല പിടിച്ച് നല്ല രീതിയിൽ അടഞ്ഞിരിക്കും. അപ്പോൾ അതും ഒന്ന് ക്ലീൻ ചെയ്യാൻ ഇതുണ്ടെങ്കിൽ, പ്രഷർ വാഷർ ഉണ്ടെങ്കിൽ എളുപ്പമാണ്. ഞാൻ ഒരെണ്ണം നോക്കിയിട്ട് അഗാറോയുടെ ഒരു നമ്മുടെ കാർ വാഷർ മതി, ചെറിയ ടൈപ്പ് മതി, അധികം പ്രഷറുള്ളത് വേണ്ട. അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് 150 ബാർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ തറ കൂടി നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നതാണ്. ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ ഒരു 250 ബാറിൻ്റെ ഒക്കെ എടുക്കാം. അതെന്തായാലും ഇനി അടുത്ത പ്രാവശ്യത്തെ കോഴി പോയതിന് ശേഷം എടുക്കാമെന്നുള്ള രീതിയിൽ ഇരിക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പണി ഏകദേശം ഒതുങ്ങിയിരിക്കുവാണ്. ഇനി ഡ്രിങ്കറിൽ വെള്ളം കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി തീരും. കൃഷിയുടെ തീറ്റയാണ് വന്നിരിക്കുന്നത്, 5 ബാഗ് ആണ്. ബാക്കി പുറകെ എത്തിക്കോളും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ വരുന്ന വീഡിയോ എന്തായാലും നാളെ ഇടാം. നമ്മുടെ കൂട്ടുകാരൻ ഉടനെ ചെയ്യാൻ പോകുന്നുണ്ട്. അവൻ കൂടിൻ്റെ ഷെഡിൻ്റെ പണി തുടങ്ങാൻ പോവാണ്. എന്തായാലും നമ്മളും മറ്റൊരു ഷെഡ് കൂടി പണി ഉടനെ തുടങ്ങും. ഇതിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഒരു 2-3 മരം മുറിച്ച് മാറ്റേണ്ടതുണ്ട്. അതെന്തായാലും കൊടുത്തിട്ടുണ്ട്, പക്ഷേ ആളിതുവരെ മുറിക്കാൻ വന്നില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അവർ വരുന്ന താമസിക്കുക. എന്തായാലും കുഞ്ഞുങ്ങൾ വലുതാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മരം ഒരെണ്ണം അടുത്ത് നിൽക്കുന്ന ഒരു ആഞ്ഞിലിയാണ്, ഷെഡിൻ്റെ അടുത്ത് തന്നെയാണ്. കുഞ്ഞുങ്ങളായിരിക്കുമ്പം അത്ര വലിയ പ്രശ്നമില്ല. എങ്കിലും എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റുന്നത് അത്ര നല്ലതാണ്. ഇതിൻ്റെ ഒച്ച കേട്ട് പേടിക്കാതിരിക്കാനുള്ള ഒരു ഇതുകൂടി നോക്കണം. പേടി തട്ടിക്കഴിഞ്ഞാൽ ഇത് ചാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ വലുതാകുന്നതനുസരിച്ച് ആ പ്രശ്നം കൂടുതലായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് വെട്ടി മാറ്റണം. ആളെ വിളിച്ചിട്ടുണ്ട്.
അടുത്ത ദിവസം തന്നെ വരുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇവിടെ നിർത്തുന്നു. അടുത്ത വിശേഷങ്ങളുമായി നാളെ കാണാം. ബൈ.